റെസിപ്പീസ് ഇൻ മലയാളത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റോസ്റ്റഡ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളവും കൂടിയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പം ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കലക്കിയെടുത്താൽ മതി. നമുക്കൊരു ചെറിയ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഒരു മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിന് ഇഡ്ഡലി ആയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ 1 സ്പൂൺ വെച്ചിട്ട് ചെറിയ 1 സ്പൂൺ വീതമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ചെറിയ ഇഡ്ഡലിയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വലിയ ഇഡ്ഡലി വേവിച്ചെടുത്തിട്ട് അതിനും കട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പം ചെറിയ ഇഡ്ഡലിക്ക് ആകുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പം ഞാനിതുപോലെ ഇഡ്ഡലി തട്ടിലെല്ലാം തന്നെ നിരത്തി കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇഡ്ഡലി വേവിക്കുന്നത് പോലെ തട്ടിലൊന്ന് ഇറക്കി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുത്താൽ മതിയാവും. ഇഡ്ഡലി നന്നായി തന്നെ വെന്ത് വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായി തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കുഞ്ഞൻ സുന്ദരി ഇഡ്ഡലികളാണ്. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് ആക്കി ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഏകദേശം 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുക് നന്നായി തന്നെ പൊട്ടി വരുമ്പം നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഒരു 3-4 പച്ചമുളക് നീളത്തിൽ കീറിയതും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. തീരെ അങ്ങ് വഴണ്ട് പോകേണ്ട കാര്യമില്ല. ഈ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതി കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി വരുമ്പം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 2-3 മിനിറ്റ് നേരം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇഡ്ഡലി വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി. ഈ ഒരു ക്യാപ്സിക്കൊക്കെ നന്നായി തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ സവോളയും ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ തവി വെച്ചിങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുമ്പം ആ ക്യാപ്സിക്കം ഒന്ന് അങ്ങനത്തെ പോലെ പൊട്ടി വരും. അപ്പോൾ നന്നായി തന്നെ അത് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോസാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1-2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം. ആ സോസൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഡ്ഡലി നമ്മൾ ആവി കയറ്റി എടുത്തിരിക്കുന്ന ഇഡ്ഡലി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമോ, ഇച്ചിരി നനവുള്ളൊരു പരുവത്തിലാണ് വേണ്ടതെങ്കിൽ നമ്മൾ സോസൊക്കെ ചൂടാക്കാൻ നേരത്ത് കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതുപോലെ ഡ്രൈ ആക്കിയാണ് എടുത്തിട്ടുള്ളത്. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 2 നുള്ള് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ലാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കൂട്ടുകാരെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം തന്നെ വരാം കേട്ടോ. താങ്ക് യു.